ഹലോ. അപ്പോൾ ഇന്ന് 8ാമത്തെ നോമ്പായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മുതലുള്ള ചെറിയൊരു കാര്യങ്ങളാട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് ചോറൊന്നും ഉണ്ടാക്കാമെന്ന് കരുതി. നോമ്പ് തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും വീട്ടിലങ്ങനെ ചോറ് കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുകയൊന്നും ചെയ്തില്ല. അപ്പം ഇത്രയും ദിവസം അല്ലാത്ത ഭക്ഷണം കഴിച്ചും ഒക്കെ ആയിട്ട് ചോറ് തിന്നാൻ ഭയങ്കര കൊതിയായിട്ട് പാടില്ല. അപ്പം ഞാൻ കുറച്ച് ഉച്ചയ്ക്ക് അരിയൊക്കെ ഒന്ന് കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ മീനൊന്നുമില്ല, കുറച്ച് മറ്റേ മോര് കാച്ചാന്ന് കരുതി. നല്ല മോര് കൂട്ടി ചോറ് തിന്നാനൊരാഗ്രഹം. കഴിഞ്ഞ ദിവസം മീൻ കറി ഉണ്ടാക്കിയെങ്കിലും ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം പാത്തും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ ചോറ് റെഡിയാക്കി, പിന്നെ നല്ല കുറുകിയ മോര് കറിയൊക്കെ റെഡിയാക്കി കേട്ടോ. അപ്പോഴത്തേക്കിനും എനിക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക വന്ന് അങ്ങനെ ഞങ്ങൾ നേരെ കടയിലേക്ക് വന്ന്. ഇന്ന് പാത്തും കൂടെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവിടെ വന്നിരുന്നപ്പോൾ മുതൽ പുള്ളിക്കാരിക്ക് അത് വേണം ഇത് വേണം മിഠായി വേണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവരെ പിടിച്ചിരുത്തി മുടിയൊക്കെ ഒന്ന് പിടിച്ചു വെച്ച് കെട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മുടി എന്ത് ചെയ്താൽ കെട്ടാൻ സമ്മതിക്കില്ല. പിന്നെ അവിടെ നിർത്തി പോകുന്നവരെയൊക്കെ അവിടെ നിർത്തിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു. അങ്ങനെ അവളെയും പറഞ്ഞയച്ചു. പിന്നെ ആളൊക്കെ ഒഴിഞ്ഞ സമയപ്പോൾ എനിക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പഠിത്തം ഒക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും നമ്മുടെ ആ പഠിത്തവും പിന്നെ ആ തിരക്കും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ നോമ്പ് തുറക്കാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. അമ്മ ഇന്ന് 2 ഈത്തപ്പഴം പിന്നെ കുറച്ച് തണുത്ത വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പഴം ഇങ്ങനെ എടുത്തതാണ്, പക്ഷെ അത് ഇരട്ടയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ അതും ഉണ്ടായിരുന്നു. ഇപ്പോൾ വേറെ അങ്ങനെ വറവൂരി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാഷ്വലായിട്ട് ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വാങ്ങ് വിളിച്ചെന്ന് ഉമ്മച്ചിനെ വിളിച്ച് ചോദിച്ച് കഴിഞ്ഞ് വാങ്ങ് വിളിച്ചെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈത്തപ്പഴവും കഴിച്ചു. പിന്നെ വെള്ളം ഉണ്ടല്ലോ, നല്ല ഒരു തണുത്ത വെള്ളം ചൂടത്ത് കുടിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്ത അത് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതിന് പുറമെ പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു. പിക്കാക്ക് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് അതിങ്ങനെ എടുത്തുകൊണ്ട് പോന്നു. അപ്പോൾ പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട ഒരു ജ്യൂസാട്ടോ പൈനാപ്പിളിൻ്റെ ജ്യൂസ്. അങ്ങനെ അതൊക്കെ കുടിച്ച് റാഹത്തായിട്ട് ആ ഒരു നോമ്പ് തുറന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.